കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ 4 പേരുടെയും കുടുംബജീവിതവും ദുരൂഹതകൾ ഏറെ നിറഞ്ഞതാണ്. ഭക്ഷണത്തിന് മാത്രമായി 200-ലധികം വിവിധ ഇനങ്ങളിലുള്ള കോഴികളെ പ്രത്യേകം വീട്ടിൽ വളർത്തിയിരുന്നു. കൂടാതെ പുറം ലോകവുമായി ഒരു ബന്ധവും പുലർത്തിയിരുന്നില്ല. മാസങ്ങളായുള്ള ഭക്ഷണ അവശിഷ്ടങ്ങൾ ഗോവണിയിൽ തൂക്കുന്ന സ്വഭാവത്തിന്റെ ഉടമകളായ ഇവർ വേലക്കാരികൾക്ക് പോലും നിയന്ത്രിതമായ സ്വാതന്ത്ര്യം മാത്രമേ വീട്ടിൽ അനുവദിച്ചിരുന്നുള്ളൂ. തിരുവനന്തപുരം നന്ദൻകോട് വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഡോക്ടർ ജീൻ പത്മ, പ്രൊഫസർ രാജ് തങ്കം, ഇവരുടെ മകൾ കാരോളിൻ, ജീൻ പത്മയുടെ സഹോദരി ലളിത എന്നിവരുടെയും സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന കേഡൽ ജിൽസന്റെയും ജീവിത രീതികൾ ഏറെ വൈചിത്രങ്ങളും ദുരൂഹതയും നിറഞ്ഞതാണ്. 10 സെന്റിലധികം ഭൂമിയിൽ പണിതിരിക്കുന്ന ഇരുനില വീട്ടിന്റെ കാര്യത്തിൽ ആദ്യം തുടങ്ങാം. കാറ്റും വെളിച്ചവും ഈ വീട്ടിൽ അന്യമാണ്. പകൽ പോലും വീടിനു ചുറ്റും ഇരുട്ടാണെന്നതും പറയാതെ വയ്യ. വീട്ടിലെ 2ാമത്തെ നിലയിലെ വിവിധ റൂമുകളിലാണ് ഡോക്ടറുടെയും പ്രൊഫസറുടെയും മക്കളായ കാരോൾ, കേഡൽ ജിൽസൺ എന്നിവരുടെയും താമസം. ഭക്ഷണം കഴിക്കാനായി മാത്രമാണ് ഇവർ താഴേക്ക് വരാറുള്ളത്. അതും ഒരുമിച്ചുണ്ടാവില്ല എന്നതും വേലക്കാരി പറയുന്നു. ഓരോരുത്തർക്കും വേണ്ട വിഭവങ്ങൾ ജോലിക്കാരിയോട് പറയും. അത് റെഡിയായാൽ പിന്നെ ഓരോരുത്തരായി വന്ന് കഴിച്ച് റൂമിലേക്ക് മടങ്ങും. ശേഷം അടുത്ത ഭക്ഷണ സമയം. അതാണ് രീതി. ജീൻ പത്മയുടെ സഹോദരി കാഴ്ചയില്ലാത്ത ലളിതയും ജോലിക്കാരിയും താഴത്തെ നിലയിലാണ് താമസം. ഇവർക്ക് മുകളിലേക്ക് പ്രവേശനമില്ല. വേലക്കാരികൾക്ക് സ്വാതന്ത്ര്യം നിയന്ത്രിതമായിരുന്നു. ഇക്കാര്യം ഡോക്ടർ ജീൻ പത്മയുടെ ബന്ധുകൂടിയായ ശാന്തകുമാരി പറയുന്നുണ്ട്. അവർ കഴിക്കാം വരും. അപ്പോഴേക്കും സെർവൻറ്റ് വിളമ്പി കൊടുക്കും, ഭക്ഷണം കഴിക്കും, ഒരു മോളിൽ പോകും. സെർവൻസ് അവർക്ക് അടുക്കളയും കാര്യങ്ങളും അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. 5 പേർക്ക് ഇറച്ചിയും മുട്ടയും കഴിക്കാനായി മാത്രം 200-ലധികം വിവിധ ഇനത്തിലുള്ള കോഴികളെ വീട്ടിൽ വളർത്തുന്നു. കോഴികൾക്കായി ഒരു വീട് പ്രത്യേകം നിർമ്മിച്ചിരിക്കുകയാണ്. പുറം ലോകവുമായി അച്ഛനും മക്കൾക്കും യാതൊരു ബന്ധവുമില്ല. റൂമുകളിൽ വർഷങ്ങൾ പഴക്കമുള്ള സാധന സാമഗ്രികൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. മാസങ്ങളായുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ ഗോവണിയിൽ കവറുകളിലായി തൂക്കിയിട്ടിട്ടുണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.